ആ കുപ്ര ആവശ്യത്തിന് കലക്കിക്കോ. കഴുതക്കൂട്ടന്റെ ക്ഷീണമങ്ങ് മാറട്ടെ. അതെ, ചന്ത വരെ ശർക്കര ചാക്കും ചുമന്ന് ക്ഷീണിച്ചു വരുന്നതല്ലേ. കുപ്ര വെള്ളവും ഇളംപുല്ലും കൊടുത്താൽ ക്ഷീണമെല്ലാം പമ്പ കടക്കും. കണ്ടോ, ആ കഴുതയെ സൽക്കരിക്കാൻ മുതലാളിക്ക് എന്ത് ഉത്സാഹമാ. കഴുതക്കുട്ടൻ നല്ല പോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുതലാളി അവനെ പൊന്നുപോലെ നോക്കുന്നത്. എന്നെയും വേണ്ടതുപോലെ പരിഗണിച്ചാൽ ഞാനും പണിയെടുക്കും. എന്ത് പണി? കഴുതക്കുട്ടനെ പോലെ ചന്തയിൽ കൊണ്ടുപോയി ശർക്കര വിറ്റുവരാൻ നിനക്ക് പറ്റുമോ? ഏയ്, അത് പറ്റില്ല. ശരീരം അനങ്ങിയുള്ള ഒരു പണിയും ഞാൻ ചെയ്യില്ല. അയ്യോ, നടന്നു നടന്നു മടുത്തേ. ആവശ്യം പോലെ കുടിച്ചിട്ട് വിശ്രമിച്ചോളൂ കഴുതക്കുട്ട. ഹോ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ബുദ്ധിയുടെ കാര്യത്തിൽ താൻ ഇപ്പോഴും ഒരു കഴുതയാണല്ലോ. കളിയാക്കുന്നോടാ. എന്താ കൂട്ടുകാരെ, സുഖം തന്നെ അല്ലേ? ഞങ്ങൾക്ക് എന്തോന്ന് സുഖം. സുഖവും സന്തോഷവും എല്ലാം നിനക്കല്ലേ? അതെ അതെ, സുഖവും സന്തോഷവും എല്ലാം ഉണ്ട്. പക്ഷേ സങ്കടവും ഉണ്ട്. സങ്കടമോ? നിനക്കോ? നിനക്കെന്ത് സങ്കടം? ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ഞാനിവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിയില്ലാത്ത ജീവിയായിട്ടാണ് എല്ലാവരും എന്നെ കാണുന്നത്. അത് നീ ഒരു കഴുത ആയതുകൊണ്ടാണ്. ഈ നായക്കുട്ടനെ പോലെ നീയും ഒരു പട്ടിയായിരുന്നെങ്കിൽ ബുദ്ധിയില്ലെങ്കിലും എല്ലാവരും നിന്നെ ബുദ്ധിമാനായിട്ട് കാണുമായിരുന്നു. എന്നാൽ ഞാൻ ഒരു സത്യം പറയാം. ആ, പറ. നിങ്ങൾക്കറിയാമോ, ഞാനൊരു അതിബുദ്ധിമാനാണ്. ഈ വീട്ടുകാർ എനിക്ക് ഇഷ്ടം പോലെ ആഹാരം തന്ന് എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അത് നീ ഈ വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ്. ആണോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ ഇതുവരെ പറഞ്ഞതൊന്നും സത്യമല്ലേ? അതെ, പക്ഷെ ഇനിയാണ് യഥാർത്ഥ സത്യം തുറന്നു പറയുന്നത്. നിങ്ങൾക്കറിയാമോ, സത്യത്തിൽ ഞാനിവിടെ കഷ്ടപ്പെട്ട് ഒരു ജോലിയും ചെയ്യുന്നില്ല. ഇല്ലേ? അപ്പൊ പിന്നെ എന്നും രാവിലെ നീ വലിയ ശർക്കര ചാക്കം ചുമന്ന് ചന്തയിൽ പോയിട്ട് തളർന്നു വരുന്നത് ഞങ്ങൾ കാണുന്നതോ? വലിയ ശർക്കര ചാക്കും ചുവന്ന് കഷ്ടപ്പെട്ട് കുറച്ചു ദൂരം മാത്രം നടക്കും. എന്നാൽ നദിയുടെ അക്കരെ എത്തുമ്പോൾ എൻ്റെ പുറത്തിരിക്കുന്ന ചാക്കിലെ ശർക്കരയുടെ തൂക്കം പകുതിയായി കുറയും. അതെങ്ങനെ? എനിക്ക് നടന്നു പോകാവുന്ന വെള്ളമേ ആറ്റിലുള്ളൂ. പക്ഷേ ഞാൻ ആറ്റിലൂടെ നീന്തിയാണ് എന്നും മറുകരയ്ക്ക് പോകുന്നത്. അതെന്തിന്? ശർക്കര ചാക്കുമായി വെള്ളത്തിലൂടെ നീന്തി മറുകര എത്തുമ്പോൾ ചാക്കിലെ ശർക്കര പകുതിയും വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും. നീയാള് കൊള്ളാമല്ലോടെ. അങ്ങനെ എൻ്റെ ചുമടിൻ്റെ ഭാരം കുറയും. ഞാൻ ആ പകുതി ചാക്ക് ശർക്കര ചന്തയിൽ കച്ചവടക്കാരന് കൊടുത്തിട്ട് വളരെ ക്ഷീണിതനായി അഭിനയിച്ച് പതിയെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇവിടെ എത്തുമ്പോ മുതലാളിയുടെ ഭാര്യ എനിക്കുള്ള ആഹാരവും കരുതി മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നാലും നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ആ മുതലാളിയോട് നീ കാണിക്കുന്നത് വലിയ ചതിയാണ് കേട്ടോ. എന്തോന്ന് ചതി? എന്നെ വിഡ്ഢിയായി കാണുന്നവരെ ഞാൻ വിഡ്ഢികളാക്കുന്നു, അത്രമാത്രം. ജീവൻ പോയാലും ഞങ്ങളൊക്കെ എന്നും മുതലാളിയുടെ വിശ്വസ്തരായിരിക്കും. ഞങ്ങളെയൊക്കെ സ്നേഹിക്കാനും സൽക്കരിക്കാനും ഇവിടെ ആരുമില്ല. അതിനൊക്കെ യോഗം വേണം മക്കളെ, യോഗം. എന്താ നിങ്ങളുടെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല.
നമ്മൾ ഈ മാസം 100 കിലോ ശർക്കരയല്ലേ ചന്തയിലേക്ക് കൊടുത്തത്. അതെ, പക്ഷേ അവിടെ അവർക്ക് 50 കിലോ ശർക്കരയാണ് കിട്ടിയതെന്ന്. ഞാൻ എത്ര പറഞ്ഞിട്ടും ആ കച്ചവടക്കാര് വിശ്വസിക്കുന്നില്ല. അവർ 50 കിലോ ശർക്കരയുടെ പണം മാത്രമേ തരികയുള്ളൂ എന്ന്. ഈശ്വര, അപ്പൊ പിന്നെ ആ ബാക്കി 50 കിലോ ശർക്കര എവിടെ പോയി? ഇതിലെന്തോ ചതിയുണ്ട്. അതെ, ചതിയുണ്ട്. ചതിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കഴുത തന്നെ. നമ്മള് പൊന്നുപോലെ നോക്കി വളർത്തുന്ന നമ്മുടെ കഴുതക്കുട്ടൻ നമ്മളെ ചതിക്കുവാണോ? ഏയ്, ഞാനത് വിശ്വസിക്കില്ല. എനിക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ഇന്ന് നേരിൽ കണ്ടു. ശർക്കര ചാക്കുമായി പുഴയിലൂടെ നടന്നു പോകാമായിരുന്നിട്ടും നമ്മുടെ കഴുത നീന്തിയാണ് മറുവരയ്ക്ക് പോയത്. അതെന്തിന്? ശർക്കര വെള്ളത്തിൽ അലിയിപ്പിച്ച് ചാക്കിന്റെ ഭാരം കുറയ്ക്കാൻ. ചന്തയിലെത്തുമ്പോൾ ചാക്കിൽ പകുതി ശർക്കരയെ ഉണ്ടാവുകയുള്ളൂ. ചുമടിന്റെ ഭാരം കുറയ്ക്കാനുള്ള കഴുതയുടെ ബുദ്ധി. സാരമില്ല, ഇന്നവന് തിരിച്ചൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കച്ചവടക്കാരൻ ചന്തയിൽ നിന്ന് കുറച്ചു പഞ്ഞി വാങ്ങി ചാക്കുകളിൽ നിറച്ച് കഴുതയുടെ പുറത്തു വെച്ചു. ഇതെന്താണ് ഇങ്ങനെ? ഇതുവരെ ചന്തയിലേക്ക് മാത്രം ചുമന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പൊ ചന്തയിൽ നിന്ന് വീട്ടിലേക്ക് ചുമക്കണോ? സാരമില്ല, ഇതിന്റെ ഭാരവും പകുതിയായി കുറച്ചേക്കാം. അയ്യോ, ഇതെന്താണ്? ഇതിന്റെ ഭാരം കൂടിക്കൂടി വരുന്നത് പോലെ. വീട്ടുജോലികൾ എടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ വാങ്ങിയതെങ്കിലും നിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ നീ ഞങ്ങളെ ചതിച്ചു. ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട. കച്ചവടക്കാർക്ക് നിന്നെ ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. വെറുതെ കരയണ്ട. വിശ്വാസവഞ്ചന കാട്ടുന്നവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ?